ഓരോ ബഹിരാകാശ ദൗത്യവും കാണുന്നത് ശ്വാസമടക്കി പിടിച്ചാണ്. മനുഷ്യദൗത്യങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും. കാരണം മനുഷ്യന് പ്രകൃതി കൽപ്പിച്ചത് ഭൂമിയുടെ സുരക്ഷിതത്വത്തിൽ കഴിയാനാണ്. പക്ഷേ മനുഷ്യൻ്റെ അതിരുകളില്ലാത്ത വിജ്ഞാന തൃഷ്ണ അനന്തമായപ്പോൾ ഈ പറഞ്ഞ സുരക്ഷിതത്വമൊക്കെ വിട്ട് അനന്തശൂന്യതയിലേക്ക് പറന്നതിൻ്റെ ഫലമാണ് ഇന്നീ കാണുന്ന നേട്ടങ്ങളെല്ലാം. അവിടെ അവൻ പണയം വെച്ചത് സ്വന്തം ജീവനാണ്, വിലപേശിയത് മരണവുമായാണ്. അതേ കൂട്ടുകാരെ, ഓരോ ബഹിരാകാശ ദൗത്യവും മരണവുമായുള്ള ഒരു തായം കളിയാണ്. ഈ കളിയിൽ പലപ്പോഴും മനുഷ്യൻ തോറ്റുപോയിട്ടുണ്ട്. എങ്കിലും അവൻ കളി നിർത്തുന്നില്ല. അങ്ങനെ ഒരു കളിയുടെ വിജയകരമായ പര്യവസാനമാണ് ആർട്ടമിസ് 2 ദൗത്യത്തിൻ്റെ അവസാനം 4 പേർ കയറിയ പേടകം ശാന്തസമുദ്രത്തിൻ്റെ ഓളങ്ങളിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്തപ്പോൾ സംഭവിച്ചത്. അതിസങ്കീർണമായിരുന്നു ഈ യാത്രയുടെ ഓരോ ഘട്ടവും. കാരണം നാസ ഇങ്ങനെയൊരു ദൗത്യം നടത്തിയിട്ട് 1/2 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. പരമ്പരാഗത ബഹിരാകാശ യാത്രയുടെ മെയ്വഴക്കം അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ആർട്ടമിസ് 2 ദൗത്യം ഏറെ സങ്കീർണമായത്. നമുക്കിന്ന് ഈ വിഷയം ചർച്ച ചെയ്യാം. എന്നാൽ തുടങ്ങിയാലോ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. താല്പര്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആർട്ടമിസ് 2 ദൗത്യസംഘം ഭൂമിയിൽ തിരിച്ചെത്തുന്ന ലൈവ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ അത് തീർച്ചയായും കാണണം. ഒരു ബഹിരാകാശ ദൗത്യത്തിലെ ഏറ്റവും സങ്കീർണവും അപകടം പിടിച്ചതുമായ ഘട്ടമാണ് പേടകത്തിൻ്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര. ഈ ഘട്ടം അതിജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വീഡിയോയുടെ അവസാനം വിശദീകരിക്കാം. ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നാസ 50 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു ദൗത്യം നടത്തുന്നത്. ചന്ദ്രനിലേക്കുള്ള യാത്രയുടെ കാര്യമല്ല കേട്ടോ. പരമ്പരാഗത രീതിയിൽ ബഹിരാകാശത്ത് പോയി വരുന്ന കാര്യമാണ് പറഞ്ഞത്. അത്ഭുതം തോന്നുന്നു. പറയാം. എങ്ങനെയാണ് പരമ്പരാഗതമായ ബഹിരാകാശ യാത്ര? ഇപ്പോഴും റഷ്യയും സ്പേസ് എക്സും ചൈനയും ഒക്കെ ചെയ്യുന്ന ഗഗൻയാൻ ദൗത്യത്തിലൂടെ ഇന്ത്യ ചെയ്യാൻ പോകുന്നത് തന്നെ. പല ഘട്ടങ്ങളിലുള്ള ഒരു കരുത്തുറ്റ റോക്കറ്റിൽ യാത്രക്കാർ കയറിയ പേടകം ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്നു. കുറച്ച് ദിവസത്തെ ദൗത്യത്തിന് ശേഷം യാത്രികർ ഇരിക്കുന്ന പ്രധാന ഭാഗം മാത്രം വേർപെട്ട് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഏതാണ്ട് 10,000 അടി മുകളിൽ വെച്ച് പേടകത്തിൽ കരുതിയ അറസ്റ്റിംഗ് പാരച്യൂട്ടുകൾ ആദ്യം വിടരുന്നു. അങ്ങനെ പേടകത്തിൻ്റെ വേഗത വീണ്ടും കുറയുന്നു. തുടർന്ന് മെയിൻ പാരച്യൂട്ടുകൾ വിടരും. അതിൽ തൂങ്ങിയാടി പേടകം കരയിലോ കടലിലോ ഇറങ്ങും. നാസ പണ്ട് തൊട്ടേ പേടകം ഇറക്കിയത് കടലിലായിരുന്നു. എന്നാൽ റഷ്യയും ചൈനയും കരയിലും. കാരണം ഈ റഷ്യയ്ക്കും ചൈനയ്ക്കും വിശാലമായ കടൽത്തീരം കുറവാണ്. ഉള്ള കടലിൽ അസ്വസ്ഥതകൾ കൂടുതലുമാണ്. കരയിൽ ഇറക്കുന്നത് കൂടുതൽ റിസ്ക്കാണ്. പേടകം ഭൂമിയിൽ തൊടുമ്പോൾ ഏതാണ്ട് മണിക്കൂറിൽ 30-40 കിലോമീറ്റർ വേഗതയുണ്ടാകും. എന്ന് വെച്ചാൽ ഒരു കാറിൻ്റെ ശരാശരി വേഗത. ഈ വേഗതയിൽ വെള്ളത്തിലാണ് വീഴുന്നതെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ കരയിലാണെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് പേടകം കരയിൽ തൊടുന്നതിന് തൊട്ട് മുൻപ് പേടകത്തിന് താഴെയുള്ള ഒരു റോക്കറ്റ് എഞ്ചിൻ ജ്വലിപ്പിച്ച് 0 വേഗതയിലാക്കിയാണ് ആ പേടകം കരയിലേക്ക് ടച്ച് ഡൗൺ ചെയ്യുക. നാസ ഇത്തരത്തിൽ അവസാനത്തെ ദൗത്യം നടത്തിയത് 1975-ലാണ്. അത് അപ്പോളോ സൊയൂസ് മിഷൻ്റെ ഭാഗമായി. ആദ്യമായി അമേരിക്കയും സോവിയറ്റ് യൂണിയനും സംയുക്തമായി നടത്തിയ ബഹിരാകാശ ദൗത്യമായിരുന്നു അത്. അമേരിക്കയുടെ അപ്പോളോ പേടകവും സോവിയറ്റ് യൂണിയൻ്റെ സൊയൂസ് പേടകവും അന്ന് ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്ത് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷം നാസയുടെ ശ്രദ്ധ പൂർണ്ണമായും സ്പേസ് ഷട്ടിലുകളിൽ മാത്രമായി. 1975 ശേഷം നാസ നടത്തിയ ആദ്യ മനുഷ്യ ദൗത്യം 1981 സ്പേസ് ഷട്ടിൽ കൊളംബിയ ഉപയോഗിച്ചുള്ളതായിരുന്നു. നീണ്ട 6 വർഷം അവർ മനുഷ്യരെ സ്പേസിലേക്ക് അയച്ചതേയില്ല. സ്പേസ് ഷട്ടിൽ ദൗത്യങ്ങൾ പരമ്പരാഗതമായ ദൗത്യങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. 3 കൂറ്റൻ കുഴലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു വിമാനത്തിൻ്റെ ആകൃതിയാണ് ഷട്ടിലിന്. ഒരു വിമാനത്തിൻ്റെ എല്ലാ സവിശേഷതകളും ഷട്ടിലിനുണ്ട്. കോക്പിറ്റ്, ചിറകുകൾ, വാല്, അങ്ങനെയെല്ലാം. ബൂസ്റ്റർ റോക്കറ്റുകളും പിന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന എഞ്ചിനുകളും ചേർന്ന് ഷട്ടിലിനെ സ്പേസിലെത്തിക്കും. ദൗത്യത്തിന് ശേഷം തിരിച്ച് അന്തരീക്ഷത്തിൽ കയറുന്ന ഷട്ടിൽ അതിൻ്റെ ചിറകുകളും വാലും എയ്റോഡൈനാമിക് കഴിവുകളും ഉപയോഗിച്ച് ഒരു വിമാനം ലാൻഡ് ചെയ്യുന്നത് പോലെ റൺവേയിൽ ഇറങ്ങും.
പരമ്പരാഗത ബഹിരാകാശ വാഹനങ്ങൾ റീയൂസ് ചെയ്യാൻ കഴിയില്ല. റോക്കറ്റുകൾ ഒറ്റ ഉപയോഗത്തിന് ശേഷം നശിച്ചു പോകും. മടങ്ങിയെത്തുന്ന ക്യാപ്സൂളും ഉപയോഗശൂന്യമായിട്ടുണ്ടാകും. ഇതിൻ്റെ സ്ഥാനം പിന്നെ മ്യൂസിയത്തിലാണ്. അടുത്ത ദൗത്യത്തിന് റോക്കറ്റും പേടകവുമെല്ലാം വേറെ ഉണ്ടാക്കണം. എന്നാൽ സ്പേസ് ഷട്ടിൽ അങ്ങനെയല്ല. ഓരോ ദൗത്യം കഴിഞ്ഞു വന്നും ഒരു റിപ്പയർ, റീഫർബിഷിംഗ് ഒക്കെ കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാം. ഈ റീഫർബിഷിങ്ങിന് ഒരു പുതിയ പേടകം ഉണ്ടാക്കുന്നതിനേക്കാൾ ചെലവുണ്ട് എന്നത് വേറെ കാര്യം. ഇങ്ങനെ 4 സ്പേസ് ഷട്ടിലുകളാണ് നാസ നിർമ്മിച്ചത്: കൊളംബിയ, ചലഞ്ചർ, അറ്റ്ലാന്റിസ്, എൻഡവർ. ഇതിൽ ചലഞ്ചറും കൊളംബിയയും സാങ്കേതിക തകരാറുകൾ കാരണം തകർന്നു. 2 പ്രാവശ്യമായി 14 യാത്രക്കാർ കൊല്ലപ്പെട്ടു. 2001 കൊളംബിയ ദുരന്തത്തിലാണ് ഇന്ത്യക്കാരിയായ കൽപ്പന ചൗള കൊല്ലപ്പെട്ടത്. ഇങ്ങനെ നാസയുടെ ഫോക്കസ് പൂർണ്ണമായും സ്പേസ് ഷട്ടിലുകളിലേക്ക് തിരിഞ്ഞപ്പോൾ അവർ പരമ്പരാഗത വിക്ഷേപണ രീതികളും ടെക്നോളജികളും എല്ലാം ഫ്രീസറിൽ വെച്ചു. സ്പേസ് ഷട്ടിലുകൾ ബഹിരാകാശ മേഖലയ്ക്ക് വലിയ സംഭാവനകളാണ് നൽകിയത്. ഒരു ആകാശ വിസ്മയം തന്നെയായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കൂട്ടിയോജിപ്പിച്ചത് ഷട്ടിലിൻ്റെ വലിയ റോബോട്ടിക് ആമുകൾ ആയിരുന്നു. അക്ഷരാർത്ഥത്തിൽ തന്നെ സ്പേസിലെ മേസ്തിരിപ്പണിയാണ് ഷട്ടിലുകളെന്ന് നിർവഹിച്ചത്. 2 ഷട്ടിലുകൾ നഷ്ടപ്പെടുകയും ബാക്കി 2 കാലാവധി കഴിയുകയും ചെയ്തതോടെ നാസ 2011 ഷട്ടിൽ ദൗത്യങ്ങളും നിർത്തി. ഫലത്തിൽ കഴിഞ്ഞ 15 വർഷമായി നാസ സ്വന്തമായി മനുഷ്യരെ സ്പേസിലേക്ക് അയച്ചിട്ടേയില്ല. ഇതിനിടയിൽ എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് കമ്പനി ബഹിരാകാശത്ത് വലിയ കുതിപ്പുകൾ നടത്തി. നാസയ്ക്ക് വേണ്ടി ഒരുപാട് വിക്ഷേപണങ്ങൾ നടത്തി. ഇക്കാലത്ത് നാസയുടെ സഞ്ചാരികൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോയി വന്നത് സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ പേടകങ്ങളിലും റഷ്യയുടെ സൊയൂസിലുമായിരുന്നു. അതുപോലെ നാസയുടെ പ്രധാന ദൗത്യങ്ങൾ ധാരാളം അവർ നടത്തിയത്, അവരുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതൊക്കെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ആയിരുന്നു. ഓർമ്മയുണ്ടാകും, ജെയിംസ് വെബ് ടെലസ്കോപ്പ് അത് വിക്ഷേപിച്ചത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൻ റോക്കറ്റിലാണ്. അമേരിക്കയിൽ നിന്നുള്ള ഒരു കൂറ്റൻ ഉപഗ്രഹം, വളരെ വെയിറ്റ് കൂടിയ, ഭാരം കൂടിയ ഉപഗ്രഹം ബ്ലൂബേർഡ്, അത് വിക്ഷേപിച്ചത് ഇന്ത്യയിൽ നിന്നാണ്. അതേപോലെ തന്നെ നാസ നിർമ്മിച്ച ഏറ്റവും ചെലവേറിയ ഒരു ഉപഗ്രഹം നിസാർ കഴിഞ്ഞ വർഷം വിക്ഷേപിച്ചത് ഇന്ത്യയിൽ നിന്നാണ്. അതായത് കഴിഞ്ഞ 50 കൊല്ലത്തിനിടയിൽ നാസ ഒരു കൺവെൻഷണൽ സ്പേസ് മിഷൻസും നടത്തിയിട്ടില്ല. അന്ന് മനുഷ്യരെ ചന്ദ്രനിലെത്തിച്ച പടുകൂറ്റൻ റോക്കറ്റ് സാറ്റേൺ 5 ശേഷം ഒരു ഹ്യൂമൻ റേറ്റഡ് റോക്കറ്റ് പോലും നാസ നിർമ്മിച്ചിട്ടില്ല. ഹ്യൂമൻ റേറ്റഡ് റോക്കറ്റ് എന്നാൽ മനുഷ്യനെ കയറ്റിയുള്ള യാത്രയ്ക്ക് ആവശ്യമായ മൾട്ടി ലെവൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള റോക്കറ്റ്. ആ സാറ്റേൺ 5 എന്ന ഐക്കോണിക് റോക്കറ്റ് 1975 തന്നെ റിട്ടയർ ചെയ്തു. അതായത് കൂട്ടുകാരെ, പരമ്പരാഗതമായ കൺവെൻഷണലായ മനുഷ്യദൗത്യങ്ങളിൽ 1/2 നൂറ്റാണ്ട് കൊണ്ടുണ്ടായ വികസനങ്ങളെല്ലാം നാസയ്ക്ക് അന്യമായിരുന്നു. അതുകൊണ്ടാണ് ആർട്ടമിസ് ദൗത്യം നാസയ്ക്ക് ഇത്ര വലിയ വെല്ലുവിളിയായത്. കുറച്ച് രസകരമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ കാളവണ്ടിയിൽ മാത്രം പോകാവുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ വീണ്ടും കാളവണ്ടി ഉണ്ടാക്കേണ്ടി വരില്ലേ? കാളവണ്ടിക്കും അതിൻ്റേതായ ടെക്നോളജി ഉണ്ടല്ലോ. അതിൻ്റെ വീലിൻ്റെ സൈസ്, ഉപയോഗിക്കുന്ന മരം, അതിൻ്റെ ബലം, അതുണ്ടാക്കുന്ന സ്കില്ല്, പരിശീലനമുള്ള കാളകൾ, അവയെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളുകൾ, പണ്ട് സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഒരു സൗകര്യം കാലം മാറിയപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ അതിലുള്ള എക്സ്പെർട്ടൈസും ഇല്ലാതായി. ആ സാധനം ഇപ്പോൾ വീണ്ടും ഉണ്ടാക്കേണ്ടി വരുമ്പോൾ വീണ്ടും 0-ൽ നിന്നും തുടങ്ങേണ്ടി വരില്ലേ? മറ്റൊരു നടന്ന സംഭവം പറയാം. 1993 ഷാജി എൻ കരുണിൻ്റെ സ്വം എന്ന സിനിമ വരുന്നത്. അതിൽ കുറേയേറെ ഭാഗം ചിത്രീകരിക്കേണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. സിനിമ ഡിജിറ്റൽ ആകുന്നതിന് മുമ്പാണ്. ഫിലിം റോളുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം കിട്ടാനില്ല. ഒടുവിൽ സ്പിൽബർഗിൻ്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതിൻ്റെ ബാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം അമേരിക്കയിൽ നിന്ന് വരുത്തി. ഷൂട്ടിംഗ് കഴിഞ്ഞു. പിന്നെയും പ്രശ്നം. അപ്പോൾ ഇന്ത്യയിലെ ഒരു ലാബിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം പ്രോസസ്സ് ചെയ്യാൻ സംവിധാനമില്ല. വീണ്ടും അമേരിക്കയിലേക്ക് അയച്ചാണ് ആ ഫിലിമുകൾ പ്രോസസ്സ് ചെയ്ത് സിനിമ ഇറക്കിയത്. ഒരു കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ മാത്രം ഇറങ്ങിയിരുന്ന, അത് ഗംഭീരമായ പ്രോസസ്സ് ചെയ്തിരുന്ന നാടാണിതെന്ന് ഓർമ്മ വേണം. ഏതാണ്ട് ഇതേ അവസ്ഥയിലൂടെയാണ് ആർട്ടമിസ് ദൗത്യം പ്ലാൻ ചെയ്തപ്പോൾ നാസ നേരിട്ടത്. ഇങ്ങനെ പരമ്പരാഗതമായ രീതിയിൽ മാത്രമേ ചാന്ദ്രദൗത്യം നടക്കുകയുമുള്ളൂ.
അവർക്കാണെങ്കിൽ അതിൻ്റെ വൈദഗ്ധ്യം നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ പുതിയ കാലത്തിൻ്റെ ടെക്നോളജികളും അപ്ഡേഷനുകളും ഉൾക്കൊണ്ട് 50 കൊല്ലം പിന്നിൽ നിന്ന് അവർക്ക് വീണ്ടും തുടങ്ങേണ്ടി വന്നു. അന്ന് നാസ ആ പദ്ധതി തുടർന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കഷ്ടപ്പാടിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കടലിൽ ലാൻഡ് ചെയ്ത ആർട്ടമിസിൻ്റെ റിക്കവറി വീഡിയോ കണ്ടിരുന്നു. സാധാരണ ഇപ്പോൾ സ്പേസ് എക്സിൻ്റെയൊക്കെ ലാൻഡിങ് കഴിഞ്ഞാൽ ആ മൊഡ്യൂൾ ഉടനെ തന്നെ ഒരു കപ്പലിൽ പൊക്കിയെടുത്ത് വെച്ച് യാത്രികരെ ഓരോരുത്തരായി ഇറക്കുകയാണ്. ശുഭാൻശു ശുക്ലയൊക്കെ പോയി വന്നപ്പോൾ നമ്മളത് കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ 50 കൊല്ലം മുമ്പ് എങ്ങനെയാണോ അപ്പോളോ യാത്രികരെ റിക്കവർ ചെയ്തത് അതേപോലെയാണ് ചെയ്യുന്നത്. ഒരു ബോട്ടിൽ കടലിൽ പൊങ്ങിക്കിടക്കുന്ന ക്യാപ്സൂളിൻ്റെ അടുത്തെത്തി അതിൻ്റെ ഹാച്ച് തുറന്ന് അവരെ ബോട്ടിലേക്ക് കയറ്റി ഹെലികോപ്റ്റർ വന്ന് ഓരോരുത്തരെയായി അകലെ കിടക്കുന്ന ഒരു കപ്പലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പോലും നാസയ്ക്ക് പുതിയ കാലത്തെ അപ്ഡേഷൻ ഇല്ല. അവരുടെ സ്പേസ് സ്യൂട്ടുകൾ പോലും പരമ്പരാഗതമായ രീതിയിലുള്ളതാണ്. നിറം മാത്രം ഓറഞ്ചാണ്, അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ശുഭാൻശു ശുക്ലയൊക്കെ അണിഞ്ഞ സ്പേസ് എക്സ് യാത്രികരുടെ സ്പേസ് സ്യൂട്ടുകൾ കണ്ടിട്ടില്ലേ? എത്ര സിമ്പിളാണത്. ഇതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത ദൗത്യം, അതായത് ആർട്ടമിസ് 3 ശരിക്കും ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നത്. അത് സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ് പേടകത്തിലാണ്. 2026-27 ഭൂമിയിൽ നിന്ന് വേറെ വിക്ഷേപിക്കുന്ന സ്റ്റാർഷിപ്പും ആർട്ടമിസും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ വെച്ച് ഡോക്ക് ചെയ്ത് 2 പേര് അതിൽ കയറി ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്യുകയും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം വീണ്ടും അവിടെ നിന്നുയർന്ന് ആർട്ടമിസ് പേടകവുമായി ഡോക്ക് ചെയ്ത് ആൾക്കാർ തിരികെ ഭൂമിയിലേക്ക് മടങ്ങുക എന്നതാണ്. അങ്ങനെയാണ് ആ പദ്ധതി വിഭാവനം ചെയ്തത്. പക്ഷേ സ്റ്റാർഷിപ്പിൻ്റെ വികസനവും ട്രയലുകളും പൂർത്തിയായിട്ടില്ല. മാത്രവുമല്ല, സ്റ്റാർഷിപ്പും ആർട്ടമിസും ബഹിരാകാശത്ത് വെച്ച് നടത്തേണ്ട ഡോക്കിംഗ് അൺഡോക്കിംഗ് ട്രയലുകളും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആർട്ടമിസ് 3 ദൗത്യത്തിൽ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാനുള്ള പദ്ധതി നാസ മാറ്റിവെച്ചു. പകരം ആർട്ടമിസ് 3 എന്നത് മേൽപ്പറഞ്ഞ സ്റ്റാർഷിപ്പുമായിട്ടുള്ള ഡോക്കിംഗ് അൺഡോക്കിംഗ് പരീക്ഷണങ്ങൾ നടത്താനാണ് പ്ലാൻ. അതിനുശേഷം 2027-28 സമയത്തേക്കാണ് ഇപ്പോൾ മൂൺ ലാൻഡിങ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതും പരീക്ഷണങ്ങളും ട്രയലുകളും പ്രതീക്ഷിക്കുന്നത് പോലെ പോയാൽ. ഏതൊരു ബഹിരാകാശ ദൗത്യത്തിലെയും ഏറ്റവും നിർണായകവും അപകടം പിടിച്ചതുമായ ഘട്ടം എന്നത് ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവാണെന്ന് പറഞ്ഞല്ലോ. ആർട്ടമിസ് പേടകം തിരികെ ഭൂമിയോടടുക്കുമ്പോൾ ഏതാണ്ട് മണിക്കൂറിൽ 40,000 കിലോമീറ്റർ സ്പീഡുണ്ടാകും. ഈ വൻ വേഗതയിലാണ് പേടകം ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ വായു തന്മാത്രകളുമായിട്ടുള്ള ഫ്രിക്ഷൻ കാരണം പേടകം ഭീകരമായി ചൂടുപിടിക്കുന്നു. ഏതാണ്ട് 2500 ഡിഗ്രി വരെ. സൂര്യൻ്റെ പുറംപാളിയിലെ ചൂട് 6000 ഡിഗ്രിയാണ്, ഏതാണ്ട് അതിൻ്റെ പകുതി. ഇരുമ്പുരുകാൻ ആവശ്യമായ ചൂടിൻ്റെ ഇരട്ടിയിലധികം. ഈ കൊടും ചൂടിനെ താങ്ങാൻ കഴിയുന്ന പ്രത്യേക കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ കൊണ്ടാണ് പേടകം നിർമ്മിച്ചിരിക്കുന്നത്. ഈ റീ എൻട്രിയുടെ ആദ്യ നിമിഷങ്ങളിൽ പേടകം ഒരു അഗ്നിഗോളമായി മാറും. ഈ കൊടും ചൂടിൽ പേടകത്തിന് ചുറ്റുമുള്ള വായു പ്ലാസ്മയായി മാറും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പേടകത്തിലേക്കും പുറത്തേക്കും ഒരു കമ്മ്യൂണിക്കേഷനും നടക്കില്ല. അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത്. താഴേക്ക് വരുന്തോറും വായുവിൻ്റെ കട്ടി കൂടിക്കൂടി വരും. അപ്പോൾ പേടകത്തിൻ്റെ വേഗതയും കുറയും. പിന്നീടാണ് പാരച്യൂട്ടുകൾ വിടരുന്നത്. ഈ ഭീകരമായ ചൂടിലും പേടകത്തിനോ യാത്രികർക്കോ ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള പ്രത്യേക ഹീറ്റ് ഷീൽഡ് നിർമ്മിക്കുക എന്നതാണ് ഏറ്റവും വലിയ ടെക്നോളജിയും വെല്ലുവിളിയും. 1950കളിൽ വൻശക്തികൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം ആദ്യമായി നേരിട്ടത്. ബാലിസ്റ്റിക് മിസൈൽ ആദ്യം സ്പേസിലേക്ക് പോയി പിന്നീട് അന്തരീക്ഷത്തിലേക്ക് കയറി ലക്ഷ്യത്തിലേക്ക് പതിക്കുകയാണല്ലോ ചെയ്യുക. മിസൈലുകളുടെ ആദ്യ പരീക്ഷണങ്ങളൊക്കെ പരാജയപ്പെട്ടു. ഉൽക്കകളൊക്കെ ഇങ്ങനെ കത്തിപ്പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അപ്പോഴെത്ര ചൂടുണ്ടാകും എന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഒരുപാട് പ്രയത്നിച്ചാണ് ഈ കൊടും താപത്തെ അതിജീവിക്കാൻ കഴിയുന്ന കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഉണ്ടാക്കിയത്. ഇതുകൊണ്ട് കവർ ചെയ്യപ്പെട്ട പേടകത്തിനുള്ളിൽ പുറത്തെത്ര ചൂടുണ്ടെങ്കിലും പരമാവധി 30 ഡിഗ്രിക്ക് അപ്പുറത്തേക്ക് ചൂട് കൂടില്ല. ഒരു ബഹിരാകാശ പേടകം മുഴുവൻ ഈ മെറ്റീരിയലുകൾ കൊണ്ട് കവർ ചെയ്യില്ല. യാത്രികർ ഇരിക്കുന്ന ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭാഗം മാത്രമേ കവർ ചെയ്യുകയുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും ബഹിരാകാശത്ത് ഉപേക്ഷിക്കും. ഈ ഭാഗത്തിൻ്റെ ഡിസൈനും പ്രത്യേക തരത്തിലാണ്.
ഒരു പരന്ന അടിവശം, ബാക്കിയുള്ള ഭാഗം മുകളിലേക്ക് ഇങ്ങനെ കൂർത്തു പോകും. ആ തരത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ. ഈ പരന്ന വശം അടിയിലാക്കിയാണ് ക്യാപ്സൂൾ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ രീതിയിൽ ബഹിരാകാശത്ത് വെച്ച് തന്നെ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് ഓറിയൻറ്റ് ചെയ്യണം. ഈ ഭാഗമാണ് വായുവുമായി ഏറ്റവും സമ്പർക്കത്തിൽ വരുന്നതും ചൂടുപിടിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഈ ഭാഗത്ത്, ഈ അടിയിൽ പരന്ന അടിഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഷീൽഡ് ടൈലുകൾ പാകിയിട്ടുണ്ടാവുക. ഈ രീതിയിൽ തന്നെ വായുവിലേക്ക് കടക്കുന്ന രീതിയിൽ വാഹനം ഓറിയൻറ്റ് ചെയ്തില്ലെങ്കിൽ പേടകം കത്തിപ്പോകും. ഇത് വളരെയധികം സ്കില്ല് വേണ്ട പ്രവൃത്തിയാണ്. ത്രസ്റ്ററുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്യാൻ കഴിയില്ല. അത് വലിയ അപകടത്തിലേക്ക് നയിക്കും. സുനിത വില്യംസ് പോയ പേടകത്തിൻ്റെ ഇപ്പറഞ്ഞ ത്രസ്റ്ററുകൾ തകരാറിലായതുകൊണ്ടാണ് അവർ മാസങ്ങളോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയതും പിന്നീട് സ്പേസ് എക്സ് പേടകത്തിൽ മടങ്ങേണ്ടി വന്നതും. ചരിത്രത്തിൽ പലതവണ ഹീറ്റ് ഷീൽഡ് തകരാറ് കാരണം അപകടമുണ്ടായിട്ടുണ്ട്. സൊയൂസ് 5 പേടകം റീ എൻട്രിക്ക് തൊട്ടു മുമ്പ് അതിൻ്റെ സർവീസ് മൊഡ്യൂളിൽ നിന്ന് വേർപെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് വേർപെട്ടില്ല. ക്യാപ്സൂളിൻ്റെ ഹീറ്റ് ഷീൽഡ് അങ്ങനെ സർവീസ് മൊഡ്യൂളിൻ്റെ ഉള്ളിലായിപ്പോയി. അങ്ങനെ ഹീറ്റ് ഷീൽഡുള്ള വശത്തിന് പകരം സംരക്ഷണമില്ലാത്ത വശമാണ് അന്തരീക്ഷത്തിലേക്ക് ആദ്യം അഭിമുഖമായി വന്നത്. കഠിനമായ ചൂടിൽ പേടകത്തിൻ്റെ ഹാച്ച് ചുരുങ്ങാൻ തുടങ്ങുകയും പുക അകത്തേക്ക് കയറുകയും ചെയ്തു. ഭാഗ്യവശാൽ അന്തരീക്ഷത്തിലെ ഘർഷണം കാരണം സർവീസ് മൊഡ്യൂൾ അവസാനം വേർപെടുകയും പേടകം സ്വയം തിരിഞ്ഞ് ഹീറ്റ് ഷീൽഡിലുള്ള ആ പരന്ന അടിഭാഗം ശരിയായ ദിശയിലാവുകയും ചെയ്തു. യാത്രികനായ ബോറിസ് വോളിനോവ് തൻ്റെ വൈദഗ്ധ്യം മുഴുവനും എടുത്താണ് കഠിനമായ ആ ലാൻഡിങ്ങിലൂടെ രക്ഷപ്പെട്ടത്. അമേരിക്കയുടെ ആദ്യ മനുഷ്യദൗത്യത്തിലും ഹീറ്റ് ഷീൽഡ് തകരാർ വന്നു. യാത്രികനായ ജോൺ ഗ്ലെൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. അതുപോലെ നീൽ ആംസ്ട്രോങ് പോയ ജെമിനി പേടകവും അദ്ദേഹത്തിൻ്റെ മനസാന്നിധ്യം കൊണ്ട് മാത്രമാണ് കൃത്യമായി ലാൻഡ് ചെയ്തത്. പക്ഷേ 2001 കൽപ്പന ചൗളയടക്കം 7 യാത്രികർക്ക് ആ ഭാഗ്യമുണ്ടായില്ല. വിക്ഷേപണ സമയത്ത് കൊളംബിയ സ്പേസ് ഷട്ടിലിൻ്റെ അടിയിൽ പതിച്ചിരുന്ന ഹീറ്റ് ഷീൽഡിൽ ഉണ്ടായ ചെറിയ വിള്ളലിലൂടെ റീ എൻട്രി സമയത്തുണ്ടായ ചൂട് വാതകങ്ങൾ കയറി ആ ആകാശപ്പക്ഷി അന്തരീക്ഷത്തിൽ തന്നെ 7 യാത്രികരെയും കൊണ്ട് ചിതറിത്തെറിച്ചുപോയി. അതിനുശേഷം ലോകത്തെ എല്ലാ ബഹിരാകാശ ഏജൻസികളും ഹീറ്റ് ഷീൽഡിൻ്റെ കാര്യത്തിൽ പല മടങ്ങ് സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആർട്ടമിസ് പേടകത്തിൻ്റെ മടങ്ങിവരവ് ഇത്രയേറെ ആകാംക്ഷയും ആശങ്കയും ഉയർത്തിയത്. കാരണം ഈ രീതിയിലുള്ള ഒരു റീ എൻട്രി നാസ നടത്തിയിട്ട് കൊല്ലം 50, അതായത് 1/2 നൂറ്റാണ്ട് കഴിഞ്ഞു. അതാണ് കൂട്ടുകാരെ ആദ്യം പറഞ്ഞത്. ഓരോ ബഹിരാകാശ യാത്രയും മടങ്ങിവരവും ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു ചൂതുകളിയാണ് എന്ന്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നൊരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.